BBC നടത്തി വരുന്ന യുവജന പ്രഭാഷണ പരമ്പരകളിലൂടെ ഒരു പ്രാവശ്യം സന്ധിക്കുവാനായി ദൈവം നമുക്ക് ഒരുക്കിയ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് ഏവർക്കും കർത്താവായ യേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. ഇന്നത്തെ ഈ ധ്യാന നിമിഷങ്ങളിൽ നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന വചനം യെശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിന്റെ 10-11 വചനങ്ങളാണ്. യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു, അവന്റെ ഭുജം അവന് വേണ്ടി ഭരണം ചെയ്യുന്നു. ഇതാ കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലും ഉണ്ട്. പലപ്പോഴും മനുഷ്യൻ കഷ്ടപ്പെടുന്നതിനനുസരിച്ച്, അധ്വാനിക്കുന്നതിനനുസരിച്ച്, ശ്രമിക്കുന്നതിനനുസരിച്ച് ഉള്ള ഒരു ഫലം, പ്രതിഫലം കൈവരിക്കുവാൻ കഴിയാത്തതിനാൽ മനുഷ്യൻ പലപ്പോഴും നിരാശരാണ്. ദൈവവിശ്വാസികളായവർ പോലും പലപ്പോഴും പറയാറുണ്ട്, ഞാൻ എത്രമാത്രം പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ആരാധിക്കുകയും കർത്താവിന് വേണ്ടി പലതും ചെയ്യുകയും കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടും എൻ്റെ ജീവിതത്തിന്റെ അവസ്ഥയിൽ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. ഞാൻ ആഗ്രഹിച്ച, പ്രാർത്ഥിച്ച ഉയർച്ച എനിക്ക് കൈവരിക്കുവാൻ കഴിഞ്ഞിട്ടില്ലല്ലോ ചിന്തിക്കുന്ന, വിലപിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്റെ പ്രതികൂല സാഹചര്യങ്ങൾ എന്നെ സഹായിക്കാൻ ആരുമില്ല, ഞാൻ വിശ്വസിച്ച ദൈവം പോലും എന്നെ കൈവിട്ടു, ഉപേക്ഷിച്ചു എന്ന് പറയുന്ന പലരുമുണ്ട്. എന്നാൽ വചനം പറയുന്നത് യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു. നിന്റെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും നിനക്ക് വിജയം നൽകുവാൻ, ആശ്വാസം നൽകുവാൻ, വിടുതൽ നൽകുവാൻ, ഉയർച്ച നൽകുവാനായി ബലശാലിയാണ്. അവന് അസാധ്യമായിട്ട് ഒന്നുമില്ല. മാത്രമല്ല അവന്റെ ഭുജം അവന് വേണ്ടി ഭരണം ചെയ്യുന്നു. കർത്താവിന്റെ ബലമുള്ള ഭുജത്തിന് കീഴിൽ സകലത്തെയും കാൽ കീഴാക്കാൻ ആവശ്യമുള്ള ശക്തിയും അധികാരവും ഉണ്ട്. നിന്നെ ഇന്ന് അടക്കി ഭരിക്കുന്ന നിന്നയാകട്ടെ, പരിഹാസമാകട്ടെ, നെടുവീർപ്പാകട്ടെ, രോഗമാകട്ടെ, കടഭാരമാകട്ടെ, ഏതൊരു പ്രതിസന്ധിയാണെങ്കിലും അവയുടെ മേൽ നിനക്ക് ജയം തന്ന് അവയെ തന്റെ കൈക്കീഴിൽ, ഭരണത്തിന് കീഴിലാക്കിക്കൊണ്ട് നിനക്ക് ഉയർച്ച നൽകുവാൻ, വിടുതൽ നൽകുവാൻ ഈ ദൈവം വിശ്വസനാണ്. അവനിൽ ആശ്രയിക്കുക. മാത്രമല്ല നീ ദൈവത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു, എന്തെല്ലാം കഷ്ടം സഹിച്ചിരിക്കുന്നു, നഷ്ടപ്പെടുത്തിയിരിക്കുന്നു, അതിനൊക്കെയും കൂലി തരുവാൻ, പ്രതിഫലം തരുവാൻ അവന്റെ പക്കലുണ്ട്. കർത്താവ് ഒരിക്കലും ആർക്കും കടക്കാരനല്ല. അതുകൊണ്ട് നാം ചെയ്യുന്ന ഈ പ്രവർത്തികളൊന്നും കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. കർത്താവിന്റെ വിലയിൽ എപ്പോഴും ശക്തിപ്പെടുവാൻ, വർദ്ധിച്ചേരുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നീ കേട്ട നിന്ദകൾക്കോ, പരിഹാസങ്ങൾക്കോ, ഉപദ്രവങ്ങൾക്കോ ഒന്നും നഷ്ടമായി പോവുകയില്ല. കർത്താവായ യേശുവിനെ സേവിക്കുന്നതിന്റെ പേരിൽ, അവനെ ആരാധിക്കുന്നതിന്റെ പേരിൽ, സാക്ഷിയായതിന്റെ പേരിലൊക്കെ നീ അനുഭവിക്കേണ്ടുന്ന തിക്ത അനുഭവങ്ങൾ നടുവില് നിനക്കൊരു മഹാപ്രതിഫലം ഉണ്ടെന്നുള്ള കാര്യം നീ മറന്നു പോകരുത്. ഇതേ സമയത്ത് മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കാൻ ദൈവിക പ്രമാണങ്ങളെ കാറ്റിപ്പറപ്പിച്ചു പോകുന്ന മനുഷ്യനെ ന്യായവിധിയും അതിനപ്പുറം ശിക്ഷാവിധിയും ഉണ്ടാകും. വചനം പറയുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീർപ്പുകൾ തള്ളിയിടും. അപ്പോൾ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുവാൻ തീരുമാനിക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ന്യായവിധി അവന് ശിക്ഷാവിധിക്ക് കാരണമായി തീരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം പാപക്ഷമ കൈവരിച്ച് അവന്റെ രക്ഷകനെ അംഗീകരിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം വചനം പറയുന്നു റോമാലേഖനം 8:1 അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഇന്ന് ഈ സന്ദേശം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്നുകിൽ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമായി രക്ഷ പ്രാപിച്ച നിനക്ക്, ആത്മരക്ഷ കരസ്ഥമാക്കിയ നിനക്ക്, നിന്റെ തിക്താനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നിനക്ക് അനുഗ്രഹത്തിന്റെയും ഉയർച്ചയുടെയും നന്മയുടെയും പ്രതിഫലം കൈവരിക്കുവാൻ കഴിയും. അല്ല, യേശു ക്രിസ്തുവുമായി വ്യക്തിപരമായ ബന്ധം സ്ഥാപിച്ചെടുക്കാതെ, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാതെ, അവന്റെ രക്ഷകനെ അംഗീകരിക്കാതെ നീ മുന്നോട്ട് പോകുന്നെങ്കിൽ ശിക്ഷാവിധി എന്ന പ്രതിഫലവും നിന്നെ കാത്തിരിക്കുന്നുണ്ട്. നീ ഏതിന് അർഹനാകുമെന്ന് ശാന്തമായി ചിന്തിക്കുക, കുറവുകളെ കണ്ടുപിടിക്കുക, ഏറ്റുപറയുക, ഉപേക്ഷിക്കുക. കഴിഞ്ഞ കാലം ദൈവത്തെ സേവിച്ച ദൈവത്തിന്റെ ബദലിൽ രാജപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവ് ബലശാലിയായി വരുന്നു. നിന്റെ ഏതൊരു കഠിന ശോധനയിൽ നിന്നും, കഷ്ടത്തിൽ നിന്നും, മാറാരോഗത്തിൽ നിന്നും, തിരകടത്തിൽ നിന്നും നിന്നെ വിടുവിച്ച് രക്ഷിച്ച് ആശ്വസിപ്പിക്കാനായി അവൻ വരുന്നുണ്ട്. അവന്റെ ഭരണത്തിന് കീഴെ സകലവരെ കാൽ കീഴാകുമെങ്കിൽ നിന്റെ പ്രശ്നങ്ങളും അവന്റെ കാൽ കീഴാകും. നീ വിജയം പ്രാപിക്കും. വിശ്വസിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ സന്ദേശം കണ്ട കുഞ്ഞുങ്ങളെ സ്നേഹം പരിമേൽപ്പിക്കുകയാണ്. ഒരു വ്യക്തിപരമായ വിഷയങ്ങളെ, കുടുംബത്തിന്റെ ആവശ്യങ്ങളും കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിശ്ചയമായും കർത്താവിനെ പ്രതിഫലം
സമാധാനവും സന്തോഷവും ഇവർ സഹായിക്കുന്നതാണ്. തിരുനാമത്തെ മതം ഒരുമിച്ച് ഉപയോഗിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾ അലട്ടുന്ന ആവശ്യങ്ങളുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥനാ സഹായം ആവശ്യമാണ്. ദയവായി ഞങ്ങളെ വിളിക്കുക. ഞങ്ങളുടെ ഫോൺ നമ്പർ 94 46 620 645 94 46 620 645. May God bless you.